സൗഹൃദത്തിന്റെ ചിത്രം. രാഷ്ട്രീയ ഭിന്നതകൾ മറന്ന് സ്ഥാനാർത്ഥികളും ഏജന്റുമാരും ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. രാഷ്ട്രീയ ഭിന്നതകൾ മറന്ന് സ്ഥാനാർത്ഥികളും അവരുടെ പോളിംഗ് ഏജന്റുമാരും ഒന്നിച്ചുകൂടി ഗ്രൂപ്പ് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തത് കൗതുകമായി. കൊടകര പഞ്ചായത്തിലെ വാർഡ് 15 ശക്തിനഗറിലെ സ്ഥാനാർത്ഥികളും പോളിംഗ് ഏജന്റുമാരുമാണ് വോട്ടെടുപ്പിന് ശേഷം പോളിംഗ് കേന്ദ്രമായ കൊടകര GLP സ്കൂൾ അങ്കണത്തിൽ ഒരുമിച്ചുകൂടിയത്. വാർഡിലെ സ്ഥാനാർത്ഥികളായ ആനി വിൽസൺ CPM, BG ഡേവിസ് കോൺഗ്രസ്, സിമി വിക്രമൻ BJP എന്നിവരും വിവിധ പാർട്ടികളിൽപ്പെട്ട ഇവരുടെ പോളിംഗ് ഏജന്റുമാരും പ്രാദേശിക നേതാക്കളും പ്രവർത്തകരുമാണ് മത്സരരംഗത്തുണ്ടായിരുന്ന ചേരിതിരിഞ്ഞ പോരാട്ടം മറന്ന് ഒത്തുകൂടിയത്. തെരഞ്ഞെടുപ്പിൽ മാത്രമേ മത്സരമുള്ളൂവെന്നും അതുകഴിഞ്ഞാൽ ശക്തിനഗറിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണെന്നും ഇവർ പറഞ്ഞു. മാതൃകാപരമായ ഈ സൗഹാർദ്ദം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും നിലനിർത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ഒരു വാക്കുതർക്കം പോലും ഉണ്ടാകാതെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടന്നതെന്നും ഇവർ കൂട്ടിച്ചേർത്തു. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും ആര് തോൽക്കുന്നില്ല. ഒരുപാട് കാലമായിട്ട് നമ്മുടെ ഈ വരുന്ന ശക്തിനഗർ ഉൾപ്പെടുന്ന ഈ വാർഡിൽ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെയാണ് നമ്മുടെ രാഷ്ട്രീയം. അത് കഴിഞ്ഞ് നമ്മൾ ഒരേപോലെ ജീവിക്കുകയും അതേപോലെ തന്നെ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആ സ്നേഹവും ബഹുമാനവും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉച്ചവരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു ചെറിയ വാക്ക് തർക്കം ഒന്നുമില്ലാത്ത തെരഞ്ഞെടുപ്പാണ്. അത് ഇനിയുള്ള കാലങ്ങളിലും അത് ഉണ്ടാകണം. പുതിയ തലമുറയോട് നമുക്കത് പറയാവുള്ളൂ. കൊടകര ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡ് ശക്തിനഗറിലെ 3 പാർട്ടിയുടെ ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. ഇതുവരെയായിട്ട് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളോ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ വളരെ സൗഹാർദ്ദപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുക. ആര് ജയിക്കും ആര് തോൽക്കുമെന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ 1-ാം സ്ഥാനം മാത്രമേ ഉള്ളൂ, 2-ാം സ്ഥാനമില്ല. അപ്പോൾ ആരും 1-ാം സ്ഥാനത്ത് വന്നാലും വളരെ സൗഹാർദ്ദപൂർവ്വം ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി വാർഡിൻ്റെ വികസനത്തിനും പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിനും വേണ്ടി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് ശക്തിനഗറിലുള്ളത്. അതിൻ്റെ ഒരു ഉത്തമ തെളിവാണ് ഇപ്പോൾ ഈ അവസാന കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം ഇനി ഒരു 3/4 മണിക്കൂറും കൂടിയേ ഉള്ളൂ. വളരെ സൗഹാർദ്ദപരമായിട്ട് എല്ലാവരും ഇവിടെ ഈ LP സ്കൂളിൻ്റെ മുറ്റത്ത് ചരിത്ര പ്രസിദ്ധമായ 100 വർഷത്തേക്കാൾ അധികം പഴക്കമുള്ള ഈ LP സ്കൂളിൻ്റെ മുന്നിൽ ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. ഇതിൽ രാഷ്ട്രീയമില്ല. കാരണം എന്താ വെച്ചാൽ വളരെ സൗഹാർദ്ദപരമായിട്ട് ഇപ്പോൾ 3 സ്ഥാനാർത്ഥികൾ ഞങ്ങളുടെ തൊട്ട് പുറകിൽ നിൽക്കുന്നുണ്ട്. 3 രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട്. ഞങ്ങളൊക്കെ അത് എല്ലാം മറന്ന് കളിച്ച് ചിരിച്ച് തമാശകൾ പറഞ്ഞിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആര് ജയിച്ചാലും ഒക്കെ ശക്തിനഗറിൻ്റെ വിജയമാണ്, ആര് തോറ്റാലും അത് ശക്തിനഗറിൻ്റെ തോൽവിയാണ്. അതുകൊണ്ട് ഇതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാവരും